ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിലെ അവസാന വെള്ളിയാഴ്ച രാവാണ്. നാളെ സൂര്യനസ്തമിക്കലോടുകൂടെ റജബിലെ ഏറ്റവും സവിശേഷമേറിയ 27-ാം രാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബ്ബിൻ്റെ സമക്ഷത്തിലേക്ക് യാത്ര പോയി അള്ളാഹുവിനെ നേരിട്ട് കണ്ട വളരെ പവിത്രമേറിയ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും സംഭവബഹുലമായ ആ കാര്യം നടന്ന രാത്രിയാണ് നാളെ സൂര്യനസ്തമിക്കുന്നതോടുകൂടെ, വെള്ളിയാഴ്ച സൂര്യനസ്തമിക്കുന്നതോടുകൂടെ കടന്നു വരുന്നത്. നാളത്തെ രാവിന് ഇജാബത്തുണ്ട്. നാളത്തെ രാവിൽ ചൊല്ലേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളുണ്ട്. എല്ലാം നമുക്ക് വളരെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ ചേർത്ത് വെക്കുകയും ചെയ്യാം. നമ്മളൊക്കെ റജബിൻ്റെ 27-ാം രാവ് 27ഒക്കെ കടന്നു വരുമ്പോഴേക്ക് നോമ്പൊക്കെ എടുത്ത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രൂപത്തിൽ റജബിനെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്ത് ഇബാദത്തുകൾ ചെയ്തൊക്കെ നമ്മുടെ സമയം ചെലവഴിക്കുന്നത് എന്തിനാണെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംഭവം നടന്ന വളരെ പവിത്രമേറിയ ഒരു രാത്രി നമ്മുടെ ജീവിതത്തിലും സന്തോഷം നൽകപ്പെടാൻ കാരണമാകുമെന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ 2 ദുഃഖങ്ങളുണ്ടായി. ആ ദുഃഖങ്ങൾ ഉണ്ടായ കാരണം കൊണ്ട് ആ വർഷത്തിന് തന്നെ ദുഃഖവർഷം ആമുൽ ഹുസ്ൻ എന്ന പേരാണുള്ളത്. ആ ദുഃഖവർഷം, ആ ദുഃഖത്തിലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലൊരു യാത്ര നടത്തിയിട്ടാണ് അവിടുന്ന് സന്തോഷിപ്പിച്ചത്. അപ്പോൾ നമ്മളൊക്കെ വലിയ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ആഫത്തുകളിലും അപകടങ്ങളിലും രോഗങ്ങളിലൊക്കെ ആവുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രാത്രിയുടെ ഒരു ബറക്കത്തുകൊണ്ട് നമുക്കും വലിയ രക്ഷയും മോചനമൊക്കെ നൽകാൻ അത് കാരണമാകുന്നുള്ളതുകൊണ്ടാണ് പൂർവികരൊക്കെ അങ്ങനെ ഇബാദത്തിലൊക്കെ വളരെ സജീവമായത്. മാത്രമല്ല ഈ രാത്രി നമുക്ക് വലിയ സന്തോഷം നൽകപ്പെട്ട ഒരു രാത്രി ആയതുകൊണ്ടുമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൃത്യമായി കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മെഹറാജ് രാവിൽ ചൊല്ലേണ്ടുന്ന എല്ലാ ദിക്റുകളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായി ഡിസ്പ്ലേയിൽ കാണിച്ച് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ അത് നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് 7ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ദീനീ ചിട്ടയിലും ആത്മീയ അന്തരീക്ഷത്തിലൊക്കെ വളർത്തുമ്പോൾ ഭാവിയിൽ നമുക്ക് തന്നെയാണ് അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നത്. അവർക്ക് നല്ല ചിട്ടയിൽ വിദ്യാഭ്യാസം, ഈ 2 വിദ്യാഭ്യാസവും കൊടുത്ത്, ഇന്ന് പുതിയ കാലത്തുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാലോ. നമ്മുടെ മക്കൾ അധാർമികതയിൽ ദീനിൽ നിന്ന് അകന്നു നിന്ന് ജീവിക്കുന്ന പുതിയ കാലത്ത് നമ്മുടെ മക്കളെ നല്ല ചിട്ടയിൽ മാതാവാരാണ്, ഉമ്മയാരാണെന്ന് മനസ്സിലാക്കുന്ന, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കുന്ന, 5 വഖ്ത് നിസ്കരിക്കുന്ന നല്ല മക്കളായിട്ട് വളരാൻ ഇതൊക്കെ ഉപകാരപ്പെടും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പലരും വഴിപിഴക്കുന്നിടത്തു നിന്ന് നമുക്ക് അവരെയൊക്കെ സൽപാന്താവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ ചോദിക്കാവുന്നതാണ്. മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ ദർസ് വരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിശുദ്ധമായ റജബിലെ വളരെ സവിശേഷമേറിയ ഒരു രാവിൽ തന്നെ ഇൻഷാ അല്ലാഹ് റമളാനിൻ്റെ നോമ്പുതുറയിലേക്ക് ഒരു 50 പേർക്ക്, ഒരു 20 പേർക്കൊക്കെ നോമ്പുതുറ ഏറ്റെടുക്കാൻ സാധിക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന നമ്പറിൽ അറിയിച്ചാൽ വലിയ സന്തോഷമാവും. റമളാനിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായൊരു കർമ്മവും കൂടെയാണല്ലോ അത്. ഇൻഷാ അല്ലാഹ് ഈ പവിത്രമേറിയ രാവിലെ നമുക്കത് ഏറ്റെടുക്കാം. കഴിയുന്നവരൊക്കെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് ഏറ്റെടുക്കുക. കഴിഞ്ഞ വർഷം ഏറ്റെടുത്തവരും ഈ വർഷം തന്നെ നമ്മളിത് പറഞ്ഞപ്പോൾ മുതൽ അവരവർക്ക് കഴിയുന്ന രൂപത്തിൽ ഏറ്റെടുത്തവരൊക്കെ ഉണ്ട്. അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വളരെ സവിശേഷമേറിയ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത്. നമ്മളതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിക്കുക. എന്താണ് ഇസ്രാ എന്ന് പറഞ്ഞാൽ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര നടത്തിയതാണ് യഥാർത്ഥത്തിൽ
ഇസ്രാ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മിഅ്റാജ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സായിൽ നിന്ന് സപ്താകാശങ്ങൾ തേടിയുള്ള ഹബീബായ തങ്ങളുടെ യാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. വലിയ പവിത്രമേറിയ ഒരു സംഭവമാണത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിൻ്റെ തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ചുറ്റുഭാഗവും നാം ബറക്കത്ത് ചൊരിഞ്ഞ മസ്ജിദുൽ അഖ്സായിലേക്ക്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് അവിടുത്തെ ഇഷ്ടദാസനായ അടിമയെ നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനായി നിശാപ്രയാണം നടത്തിയവർ എത്ര പരിശുദ്ധൻ, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. സൂറത്തുൽ ഇസ്രായിൻ്റെ 1-ാമത്തെ ആയത്ത് തന്നെ അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇസ്രാ മിഅ്റാജ് യാത്രകൾ യഥാർത്ഥത്തിൽ അത് ഒരു സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞ് ഈ യാത്രയെ നിഷേധിക്കുന്നവരൊക്കെയുണ്ട്. സ്വപ്നത്തിൽ യാത്ര ചെയ്യുമ്പോൾ ശരീരം കൊണ്ടുള്ള യാത്രയല്ല, അത് ശാരീരികമായ യാത്രയല്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുന്നവരുണ്ട്. ഇവിടെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം അബ്ദ് എന്ന് പറഞ്ഞ, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി. അബ്ദ് എന്ന് പറഞ്ഞാൽ ശരീരവും അതേപോലെ തന്നെ റൂഹൊക്കെ കൂടിയതിനാണ്, ജസദ് റൂഹൊക്കെ കൂടിയതിനാണ് അബ്ദ് എന്നുള്ള പ്രയോഗം തന്നെ പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ റജബ് 27 രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലുള്ള ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ഈ സമയം മലക്കുകൾ വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ ഹറാമിലേക്ക് കൊണ്ടുപോയി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയ ശസ്ത്രക്രിയ നടത്തി. അങ്ങനെ ഒരു അസാധാരണമായ ശസ്ത്രക്രിയയാണ് നടത്തിയത്. ശുദ്ധമായ ഹൃദയം സംസം വെള്ളം കൊണ്ട് 3 തവണ കഴുകി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിവർ അത് ആ കർമ്മങ്ങളൊക്കെ ചെയ്തു. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസിക്കുമ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10-ാം വയസ്സിലും പ്രവാചകത്വ പദവി അറിയിച്ചപ്പോഴും ഇതുപോലെ നടന്നിട്ടുണ്ട്. സംസം കൊണ്ട് കഴുകിയ ഹൃദയം ഈമാനിൻ്റെ ഹിക്മത്തിൻ്റെ സമ്പൂർണ്ണത നിറഞ്ഞ ശേഷം നെഞ്ച് പൂർണ്ണ നിലയിൽ ആക്കി എന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ബുറാഖ് എന്ന വാഹനപ്പുറത്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര തുടങ്ങി. വളരെ വേഗത്തിലുള്ള യാത്ര. അങ്ങനെയാണ് യാത്ര ആരംഭിക്കുന്നതെല്ലാം തുടങ്ങുന്നതൊക്കെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശ ലോകത്തേക്ക് പോയിട്ട് അങ്ങനെ ഒരു യാത്ര തന്നെ ഉണ്ടായിട്ടുള്ളത് എന്തിനാണെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നമുക്കൊക്കെ അറിയാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറമേ വരുന്ന എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും തടയാൻ അബൂ ത്വാലിബ് ഉണ്ടായിരുന്നപ്പോൾ അകമേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങേയറ്റത്തെ സഹകരണം ചെയ്തിരുന്നവരായിരുന്നു മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അതാണല്ലോ ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷവും ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട് മറ്റുമൊക്കെ സംസാരിക്കുമ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടക്കിടക്കേ പറഞ്ഞുകൊണ്ടിരിക്കും. ആരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും? ഖദീജ ബീവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവർക്കൊക്കെ അസൂയവാഹമാകുന്ന രൂപത്തിലുള്ള സംസാരം. ഖദീജ ബീവിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആയിഷ ബീവിയൊക്കെ ചോദിക്കും റളിയല്ലാഹു അൻഹ, ഇത്രയും ക്വാളിറ്റി ഉള്ള രൂപത്തിലാണോ ഖദീജ ബീവി എന്ന ആശയങ്ങളിലുള്ള വരുന്ന സംസാരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയാറുള്ളതിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഖദീജക്ക് പകരം ഖദീജ മാത്രം, ഖദീജക്ക് ആരും പകരമാകില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറയുന്നത്, അതേപോലെ തന്നെ അബൂ ത്വാലിബ് ഇവരും വിട പറയുന്നത് ഒരേ വർഷത്തിലാണ്. തൊട്ടടുത്തുള്ള ദിവസങ്ങളിലൊക്കെ ആയിട്ട് 2-3 ദിവസങ്ങൾ ഗ്യാപ്പിലാണ് അവരൊക്കെ വിട പറയുന്നത്. ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറിയൊരു ദുഃഖത്തിലും പ്രയാസത്തിലേക്ക് ആക്കി. അങ്ങനെ മിഅ്റാജിലൂടെ, ഇസ്രാ മിഅ്റാജിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുഃഖം തീർക്കാൻ, സന്തോഷം നൽകാൻ യാത്രാ ലക്ഷ്യങ്ങളിൽ ഒന്നതായിരുന്നു എന്ന് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ആ ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്കും ഒരു രക്ഷ ലഭിക്കാൻ ഇതൊക്കെ ഒരു കാരണമാകുമെന്നുള്ളതാണ്. നമ്മളും ഇതുപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായതുപോലെയുള്ള സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെയാണെങ്കിൽ നമ്മുടെ ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷം കിട്ടിയ ഈ രാത്രി, ആ രാത്രി നമുക്കും അത് സന്തോഷം ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മിഅ്റാജിൻ്റെ രാവിലെ
നാം ചൊല്ലേണ്ടുന്ന പ്രധാനപ്പെട്ട ചില ദിക്റുകളൊക്കെയുണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പറയുന്നുണ്ട്. റജബിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ ഫത്താവുൽ കുബ്രയിലേക്ക് റജബ് മാസം പൂർണ്ണമായി നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ മിഅ്റാജ് ദിനം റജബ് മാസം 27-ന് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. അത് പ്രത്യേകം സുന്നത്ത്, അങ്ങനെ ആ ദിവസം പ്രത്യേകം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നത് കാണാം. മൻ സോമ യൗമ സാബിഅ വൽ 20 മിൻ റജബ് കതബ ലഹു സവാബ സിയാമ 60 ഷഹ്റ കുത്തിബ ലഹു സവാബു സിയാമ 60 ഷഹ്റ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആരെങ്കിലും റജബിൻ്റെ 27-ൻ്റെ ആ പകലിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല 60 മാസം നോമ്പനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തി വെക്കുമെന്ന് 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിറാജിൻ്റെ അന്നത്തെ നോമ്പ് നമ്മൾ ഓരോരുത്തരും എടുക്കണം. അതിന് വലിയ പുണ്യമുണ്ട്. ഇന്ന് പുതിയ കാലത്ത് പുത്തൻവാദികളും വിദഗ്ധ കക്ഷികളൊക്കെ അങ്ങനെ നോമ്പ് സുന്നത്തില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ നിഷേധിക്കുന്നവരാണ്. നമ്മളൊന്നും അതിലൊന്നും പെട്ടുപോകരുത്. റജബിൻ്റെ 27-ാം രാവിന് മെഹറാജിൻ്റെ രാവിലെ ചൊല്ലേണ്ടുന്ന പ്രധാനപ്പെട്ട ചില ദിക്റുകൾ ഒരുപാട് ചൊല്ലാനുണ്ട്. അതിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെറിയ രൂപത്തിലൊക്കെ ചൊല്ലി തീർക്കാൻ പറ്റുന്ന ചില ദിക്റുകളും ദുആകളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അത് 100 തവണ ചൊല്ലാൻ പറ്റുമെങ്കിൽ അതന്നത്തെ ദിവസം ചൊല്ലുന്നത് വലിയ പുണ്യകരമായ കാര്യമാണ്. അതേപോലെ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം, അത് 100 തവണ ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ പുണ്യകരമാണ്. അതേപോലെ സുബ്ഹാനല്ലാഹിർ റഊഫ്, അത് 100 തവണ ചൊല്ലുക. മറ്റൊന്നാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാനും, അതേപോലെ തന്നെ പ്രഭാതത്തിൽ ചൊല്ലിയാൽ പ്രദോഷമാകുന്നതിനിടയ്ക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ പ്രദോഷത്തിൽ ചൊല്ലിയാൽ പ്രഭാതമാകുന്നതിനിടയ്ക്ക്, രാവിലെ ചൊല്ലി രാത്രിയാകുന്നതിനിടെ മരണപ്പെട്ടാൽ രാത്രി ചൊല്ലി രാവിലെ ആകുന്നതിനിടയിൽ മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അഅ്ബുദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. വളരെ സവിശേഷമേറിയ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് പറ്റുമെങ്കിൽ 100 തവണ ചൊല്ലിയാൽ വളരെയധികം പുണ്യം ലഭിക്കും. അതേപോലെ തന്നെ മിഅ്റാജ് നോമ്പിൻ്റെ നിയ്യത്ത് നവൈതു സോമ ഗദിൻ അൻ അദാഇ സുന്നത്തി റജബിൻ അൻ അദാഇ സുന്നത്തി റജബി ഹാദിഹി സനത്തി ലില്ലാഹി തആല എന്ന് ഈ വർഷത്തെ അദാ ആയ സുന്നത്തായ റജബ് മാസത്തിലെ മിഅ്റാജിൻ്റെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്ന നിയ്യത്ത് വളരെ ആത്മാർത്ഥമായിട്ട് വെച്ച് നമ്മൾ നല്ല നിയ്യത്തോടുകൂടെ, നല്ല കർമ്മങ്ങളോടുകൂടെ, സൽക്കർമ്മങ്ങളോടുകൂടെ വിശുദ്ധമായ റജബിൻ്റെ 27-ാം രാവിന് റജബിനെ നമുക്ക് യാത്രയാക്കാം. ഷഅബാനും റമളാനും നമുക്ക് വേണ്ടതുപോലെ സ്വീകരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ ദുആ ചെയ്യണം. നമ്മുടെ മജ്ലിസ് ഉണ്ടാവും, നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 27-ാം രാവ് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രിയിൽ നമ്മുടെ മജ്ലിസിൽ നിങ്ങളൊക്കെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.